വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. ഭാരതപ്പുഴയെ വീണ്ടെടുക്കുവാൻ ജലസമ്മേളനം സംഘടിപ്പിച്ച് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തിൽ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ അഹല്യ ഗ്രൂപ്പിന്റെ സഹകരണത്തോടുകൂടിയാണ് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ ജലസമ്മേളനം നടത്തിയത്. ജലസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളം ഉറപ്പാക്കുന്നതിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാട്ടർ കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴയുടെ സംരക്ഷണാർത്ഥം ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. വരും കാലത്തിനും വരും തലമുറകൾക്കും വേണ്ടിയുള്ള ഈടുവെപ്പാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഭാരതപ്പുഴ ഒരു ജലസ്രോതസ് മാത്രമല്ല, കേരളത്തിൻ്റെ നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും ഉൽപ്പത്തിയുടെയും വളർച്ചയുടെയും അടയാളപ്പെടുത്തൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭാരതപ്പുഴയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ജലലഭ്യത ഉറപ്പുവരുത്തുക മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നു. നദികളുടെ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ സഹായമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. NREGS ഡയറക്ടർ എൻ നിസാമുദ്ദീൻ, CWRD ഡയറക്ടർ മനോജ്, അഹല്യ വിദ്യാഭ്യാസ വിഭാഗം ഡയറക്ടർ ഡോക്ടർ PR ശ്രീ മഹാദേവൻ പിള്ള, കോയമ്പത്തൂർ സിരുത്തുള്ളി പദ്ധതിയുടെ മാനേജിംഗ് ട്രസ്റ്റി വനിതാ മോഹൻ, മെട്രോമാൻ ഡോക്ടർ E ശ്രീധരൻ, ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ജനറൽ സെക്രട്ടറി വിനോദ് നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ വിശിഷ്ടാതിഥിയായിരുന്നു. CWRDM മുൻ ഡയറക്ടർ ഡോക്ടർ EJ ജെയിംസ് മോഡറേറ്ററായി ചർച്ച നിയന്ത്രിച്ചു. പ്രദർശനങ്ങളും നടന്നു. സജീഷ് വൈഖരി ജലപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ഡെസ്ക് CCV.